നമസ്കാരം. ഈ പാല് തൊണ്ടയിൽ കുടുങ്ങി ഒരു കുഞ്ഞ് മരിച്ച ന്യൂസ് വന്നായിരുന്നു. 27 ദിവസം പ്രായമുള്ള. അപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ പാലിൻ്റെ ഒരു മിൽക്കിൻ്റെ ആസ്പിറേഷൻ തന്നെയായിരുന്നു മരണകാരണം. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റ് ഒന്ന് വായിച്ചു നോക്കണം. ഏത് രീതിയിലാണ് ആൾക്കാർ ചിന്തിക്കുന്നതിനെ പറ്റിയെന്ന്. കാരണം ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ഡോക്ടറിന് പറയണ അവരുടെയൊക്കെ മൈൻഡ് എങ്ങനെയാണ്, അവരുടെ മെൻറ്റാലിറ്റി എങ്ങനെയായിരിക്കും, ഒരു ക്രൂരതയായിട്ടുള്ള ഒരു ചിത്രീകരണം ഉണ്ടാവാൻ അങ്ങോട്ടുള്ള. ശരിക്കും അങ്ങനെയൊന്നും അല്ല. ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്നത് ടോട്ടലി സയൻറ്റിഫിക് ആയിട്ടൊരു പ്രോസസ്സാണ്. അത് എങ്ങനെ മരിച്ചു എന്ന് അറിയാനുള്ളൊരു പ്രോസസ്സ്. അതിന് ആ രീതിയിലാണ് എടുക്കാനുള്ളത്. അല്ലാതെ അവരെന്തോ വലിയ പാപം ചെയ്യുന്ന കണക്കൊന്നും ജസ്റ്റ് ഇത് കാണരുത്. അങ്ങനെയാണെങ്കിൽ ആംബുലൻസിൽ ബോഡി കൊണ്ടുപോകുന്ന ഡ്രൈവേഴ്സിനോ അല്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ ഇഷ്യൂ ഇല്ല. അങ്ങനെ ഇപ്പം അബോർഷൻ ചെയ്യുന്നു, ഇതിൻ്റെ എത്രയോ വലിയ ഈ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ കുറ്റം പറയുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, അബോർഷൻ ചെയ്യുന്നതൊക്കെ നല്ലതാണോ വേണമെങ്കിൽ അവരെന്തോ പറയുകയാണെങ്കിൽ. അതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർക്ക് ഈ ഫോറൻസിക്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുക മാത്രമല്ല, ബാക്കി ഈ ക്രിമിനൽസ് വരുമ്പോൾ അവരുടെ സർട്ടിഫിക്കറ്റ് ചെയ്യുക, അങ്ങനെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്നത് ജസ്റ്റ് രാവിലെ വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുക, പോവുക, അല്ലെങ്കിൽ ഒരു ക്രൂര മനസ്സുകൊണ്ട് ജീവിക്കുക എന്നതല്ല ശരിക്കും ഒരു ഫോറൻസിക് മെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കുക. അതിൻ്റെ ഒരുപാട് ഇതിൻ്റെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്രാഞ്ച് ഉണ്ട്. ഫോറൻസിക് പാത്തോ എടുക്കുന്നവരുണ്ട്, ഫോറൻസിക് റേഡിയോളജി തുടങ്ങി. ഇപ്പം ഇത് കഴിഞ്ഞ് മെഡിക്കൽ ജെനറ്റിക്സ് എടുക്കാം, പിന്നെ വേറെ മേഖല കഴിഞ്ഞിട്ട് പോവാം. അത് ഫോറൻസിക് എന്ന് പറയുന്നത് ജസ്റ്റ് പോസ്റ്റ്മോർട്ടം എന്ന രീതിയിലൊന്നും അല്ല. അത് പല രീതിയിൽ നമുക്ക് എടുക്കാം. ജസ്റ്റ് മെഡിസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അവിടെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. അതുമല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു കുട്ടി മരിക്കുന്നു, അതിൻ്റെ എക്സാക്റ്റ് മരണ കാരണം അറിയാതെ അവർ ജീവിക്കുന്ന ഒരു ജീവിതമാണോ, അതേ ശരിക്കും ഒരു സയൻറ്റിഫിക് ആയിട്ടൊരു വിവരണം, ഒരു മരണത്തിൻ്റെ ഒരു എക്സാക്റ്റ് കോസ് ഓഫ് ഡെത്ത് ഒക്കെ കണ്ടുപിടിക്കുന്ന രീതിയാണോ നല്ലത്. അപ്പം ഇങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ എക്സ്പേർട്ടായിട്ട് ആൾക്കാർ വേണം. അവരെ റെസ്പെക്റ്റ് ചെയ്യുകയല്ല ശരിക്കും വേണ്ടത്. ഇങ്ങനെയൊക്കെ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ശരിക്കും എനിക്കിത് ഒരു കുട്ടിയെ ചെയ്ത ഒരു അനുഭവം എനിക്കും ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അസിസ്റ്റ് ചെയ്യാനേ കൊടുത്തുള്ളൂ. കാരണം എനിക്കിവിടെ രജിസ്ട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് ടെമ്പററി ആയിട്ടുണ്ട്. എനിക്ക് കുറച്ച് കാര്യമൊന്നുമില്ല, വെറുതെ പോയി ഒരു എന്താ പറയുക, ഒരു യൂസ്ലെസ് ആണൊക്കെ പോയി നിൽക്കുക. ആ ഒരു ലൈഫാണ് ശരിക്കും ഇവിടെ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഭയങ്കര മോശമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ആർക്കും പറയാനുമില്ല. കാരണം പുതിയ കോളേജ് ആയതുകൊണ്ട് വലിയ ഫ്രണ്ട് സർക്കിളോ ഒന്നുമില്ല. അപ്പം നമുക്ക് സംസാരിക്കാൻ യൂട്യൂബൊക്കെ ഉള്ളൂ. അതാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം. ഒരു കണക്കിന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മെമ്മറിയൊക്കെ ആകുമല്ലോ ഒരു പഴയ കാലത്തിന്. സോ ഇങ്ങനെ ഒരു കുട്ടിയെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. കാരണം വേറെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഭാഗത്ത് ഒരു ഹോസ്പിറ്റലിൽ ചെറിയൊരു ഇഷ്യൂ ആയി. ആ കൊച്ചിന് ഇങ്ങോട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു ഇഷ്യൂ. ശരിക്കും അന്ന് ഞാൻ ഒരു ദിവസത്തെ എനിക്ക് ഒരു ഡിപ്രസീവായിട്ടൊരു ഉണ്ടായത്. കാരണം നമ്മൾ ഇത്രയും പഠിച്ചിട്ട് നമ്മൾ ഇതാണല്ലോ ചെയ്യുന്നതെന്നൊരു വിഷമം ഉണ്ടായിരുന്നു അന്ന്. പിന്നെ അത് മാറി. അതാണ് ശരിക്കും പറയാൻ. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ആരും കേൾക്കാനും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെയുള്ള ടോപ്പിക് അല്ലല്ലോ ഇത്. അപ്പോൾ എനിക്ക് ശരിക്കും ഒരു കാര്യം തോന്നിയെന്ന് പറഞ്ഞാൽ, പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇപ്പം ചെയ്യുന്ന സമയത്ത് ഈ വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് വലിയ ജസ്റ്റ് റിപ്പോർട്ട് മാത്രം മതി. ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം സമയമെടുത്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് അറിയണ്ടേ എന്ന് ചെറിയ സംശയം തോന്നിയിട്ടുണ്ട് പല സമയത്തും. കാരണം അവർ കൊടുക്കുന്ന ബോഡി, അതിനകത്ത് ആ ബോഡി വേറൊന്നും ചെയ്യാനില്ല എന്നുള്ള സത്യം. പക്ഷെ എന്നാലും ആ ഡോക്ടർമാർ ശരിക്കും ചെയ്യുന്നുണ്ടോ, എത്ര സമയം എടുത്തു, എന്തൊക്കെ പ്രൊസീജിയറാണ് ചെയ്തതെന്നൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വർഷം വേണ്ടേ ശരിക്കും പറഞ്ഞാൽ. എൻ്റെ ശരിക്കുള്ള അഭിപ്രായത്തിൽ ഗവൺമെൻറ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട സമയം കഴിഞ്ഞു. ഇതൊക്കെ എല്ലാ പോസ്റ്റ്മോർട്ടം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒരു ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് തന്നെ കോർട്ടിൽ പോവുകയാണെങ്കിൽ ഒരുപാട് രീതിയിൽ എല്ലാവർക്കും ഉപയോഗപ്രദമാകും. കാരണം ഏകദേശം ഒരു പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് 1 മണിക്കൂർ വേണ്ടി ചെയ്യണം എന്നാണ് എൻ്റെ ഒരു നിയമം പറയുന്നത്. സോ ആ രീതിയിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹാങ്ങിങ് കേസുകൾ അല്ലെങ്കിൽ ഡ്രൗണിങ് കേസുകൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും വലിയൊരു ഇമ്പോർട്ടൻസ് ആരും കൊടുക്കാറില്ല. ജസ്റ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ വേറൊന്നും കണ്ടുപിടിക്കാനോ വേറൊന്നും ഇല്ലല്ലോ. വലിയ ആക്സിഡൻറ്റ് കേസോ അങ്ങനത്തെ കേസോ മാത്രമേ അതിൻ്റെ ഒരു കോസ് ഓഫ് ഡെത്തും രീതിയൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ജസ്റ്റ് ഇതാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഒരു ഡിജിറ്റലാക്കുക, അല്ലെങ്കിൽ വ്യക്തമായ റൂളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഫണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതി തന്നെ മാറ്റി ടോട്ടലി CT, MRI, USG ഒക്കെ നമുക്ക് ആഡ് ഓൺ ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ബോഡീനെ ഒരു കട്ട് പോലും ചെയ്യാതെ, സിംഗിൾ ഇൻസെഷൻ പോലും എടുക്കാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ അതിനൊക്കെ ഫണ്ടും കാര്യങ്ങളും വേണം. കേരളത്തിൽ നടക്കുമെന്ന് അറിയത്തില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
എനിക്ക് പറയാമെന്ന് വേറൊന്നുമല്ല, ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് മീൻസ് ആ ചെയ്യുന്ന ഡോക്ടേഴ്സിനെ പുറമേ ഉള്ള ഒരാൾ കാണുന്നതിനൊക്കെയുള്ള മെൻറ്റാലിറ്റി അല്ല. കാരണം ഇപ്പം ഫസ്റ്റ് ഇയറിൽ ഒരാൾ MBBS തുടങ്ങുന്ന സമയത്ത് തന്നെ അനാട്ടമിയിലെ കടാവർ കട്ട് ചെയ്ത് ഡിസെക്ഷൻ ചെയ്താണ് ഇത് തുടങ്ങുന്നത് തന്നെ, അവരുടെ ഒരു മെഡിസിൻ കരിയർ എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞിട്ട് അവർ വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അത്യാവശ്യം അറിയാം. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കയറി വന്നിട്ടാണ് ഒരാളൊരു ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു PG ബ്രാഞ്ചിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ വേറെ ബ്രാഞ്ചിലേക്ക് പോകണം. അപ്പോൾ ഈ ഫോറൻസിക് മെഡിസിൻ ഇതാണെങ്കിൽ തന്നെ വന്ന് അവരുടെ PG എടുത്തിട്ട് അവിടെ നിന്ന് പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അങ്ങനെ വന്നിട്ടാണ് അവർ അത് ഫീൽഡിൽ എക്സ്പേർട്ടായിട്ട് വരുന്നത്. സോ നിങ്ങൾ ചിന്തിക്കുന്ന കണക്ക് ഒരു രാത്രി കൊണ്ട് ഒന്നും വന്നതല്ലല്ലോ. അപ്പോഴേ ഒരു കണ്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ കണ്ട് വളർന്നു വരുന്നതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ആ ഒരു എന്താ പറയുക ഷോക്കൊന്നും അവർക്ക് ഉണ്ടാകത്തില്ല. എല്ലാവർക്കും തുടങ്ങുന്ന സമയത്ത് ചെറിയ ഷോക്കായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആകും, വർഷങ്ങൾ കഴിയുന്തോറും അത് വലിയ രീതിയിൽ ചേഞ്ച് ആവും. അതാണ് ശരിക്കും സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ആംബുലൻസ് ഡ്രൈവറത്തോട് പറയുകയാണ്, നിങ്ങൾ ഒരുപാട് മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ബോഡീസിനെയോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ആ വണ്ടി ഓടിക്കാൻ പേടിയാവുന്നില്ലേ അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിരിച്ചു തള്ളും. കാരണം അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല, അത് വേറൊരു വേൾഡാണത്. ജീവിതത്തിൽ എന്താ പറയുക, എല്ലാവരും എത്തിച്ചേരുന്ന ഒരു എൻഡ് പോയിൻ്റാണ് ശരിക്കും മോർച്ചറി അല്ലെങ്കിൽ ആ ഒരു മേഖല എന്ന് പറയുന്നത്, അല്ലേ? എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും എന്തായാലും അതാണ് ശരിക്കും ടേം എന്ന് പറഞ്ഞാൽ അവസാനം എത്തുന്ന ഒരു പോയിൻ്റാണ്. ആ പോയിന്റിലാണ് ഇവർ വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ നമ്മളപ്പോൾ ഉള്ളവർ വർക്ക് ചെയ്യുന്നത്. എൻ്റെ അവസ്ഥ എനിക്കറിയത്തില്ല, ഞാൻ ജസ്റ്റ് ഒരു സ്റ്റുഡൻറ്റ് മാത്രമാണ്. അപ്പം ശരിക്കും അവിടെ നിന്നാണ് എൻ്റെ ലൈഫിൻ്റെ സ്റ്റാർട്ടെന്ന് വേണമെങ്കിൽ പറയാം, സ്റ്റാർട്ടെന്നോ എൻഡെന്നോ വേണമെങ്കിൽ പറയാം. അതാണ് ശരിക്കും അവസ്ഥ. സോ ഞാൻ ജസ്റ്റ് ആ കമൻറ്റ് കണ്ടപ്പോൾ ജസ്റ്റ് പറയണമെന്ന് തോന്നിയതേ ഉള്ളൂ. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവർക്ക് വലിയ ഈ എന്താ പറയുക സ്ട്രോങ് മൈൻഡൊന്നോ അല്ലെങ്കിൽ കാട മൈൻഡോ അങ്ങനത്തെ ഒന്നുമില്ല. ജസ്റ്റ് അവരും മനുഷ്യരാണ്, അവരവരുടെ ജോലി ചെയ്യുന്നതേ ഉള്ളൂ പ്രൊഫഷണലി. അത് കഴിഞ്ഞിട്ട് ഈ എഴുതി കൊടുക്കുന്ന മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പോലീസിൻ്റെ കോർട്ടിലൊക്കെ കേസ് മുന്നോട്ട് പോകുന്ന സമയത്ത് പല സമയത്ത് എക്സ്പേർട്ട് വിറ്റ്നസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർമാർ പോയി അവർ അന്ന് കണ്ട ഫൈൻഡിങ്സ് അവിടെ കോർട്ടിൽ പറയേണ്ടി വരും. അങ്ങനത്തെ സിമ്പിൾ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നതല്ല, കുറച്ചും കൂടെ സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ശരിക്കും പറഞ്ഞാൽ ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്നത്, എല്ലാ ലീഗലി ആയാലും അല്ലാതെ ആയാലൊക്കെ. സോ അത്രേ ഉള്ളൂ പറയാം, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഫോറൻസിക് മെഡിസിൻ്റെ ആ ഒരു ഇത് കണ്ടപ്പം, കമൻറ്റ് കണ്ടപ്പം. താങ്ക് യു.